വിളിച്ചാൽ എന്നരികിലുണ്ടെപ്പോഴും ദൈവം. കണ്ണുകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്കാൻ. ഒന്നു വിളിച്ചാൽ എന്നരികിലുണ്ടെപ്പോഴും ദൈവം. കണ്ണുകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്കാൻ. നിരാശയും നിശ്വാസവും നീങ്ങിടും യേശുവിൻ മൃദുസ്പർശനവേളയിൽ. ഒന്നു വിളിച്ചാൽ എന്നരികിലുണ്ടെപ്പോഴും ദൈവം. കണ്ണുകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്കാൻ. പ്രൈസ് ദി ലോർഡ്. അനുദിന വചന ധ്യാനത്തിനായി ദൈവാത്മാവ് ഇന്ന് തന്നിരിക്കുന്ന വിഷയം റിജോയ്സ് നോട്ട് വെൻ യുവർ എനിമി ഫോൾ. നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്. സദൃശവാക്യങ്ങൾ 24-ാം അധ്യായം Proverbs chapter 24 verse 17. Rejoice not when your enemy fall, and let not your heart be glad when he stumble. നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്, അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. ആമേൻ. സ്നേഹവാനായ പിതാവേ, ഈ മനോഹരമായ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുത്തെ തിരുവചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. പരിശുദ്ധാത്മാവേ, ഈ ഹൗസിലേക്ക് കടന്നുപോയി ശിഷ്യന്മാരുടെ ഹൃദയത്തെ തുറന്നതുപോലെ ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ തുറക്കണമേ. അവിടുന്ന് വചനത്തിലൂടെ സംസാരിക്കുന്ന ഈ തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവിടുന്ന് പറയുന്നത് പോലെ ജീവിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശത്രുത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. വെറുപ്പും വൈരാഗ്യം വിദ്വേഷവും എല്ലാം തിളച്ചും മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏത് സമൂഹം എടുത്തു നോക്കിയാൽ, ഏത് വ്യക്തികളെ എടുത്തു നോക്കിയാൽ, ഏത് കുടുംബം നോക്കിയാൽ ഈ ഒരു പൈശാചിക ശക്തിയുടെ പ്രവർത്തനം അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും, സംസ്ഥാനങ്ങൾ തമ്മിലാണെങ്കിലും, ദേശങ്ങൾ തമ്മിലാണെങ്കിലും, സമൂഹങ്ങൾ തമ്മിലാണെങ്കിലും, വിരലിൽ എണ്ണാവുന്ന ഇടങ്ങൾ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ ജീവിക്കുന്നവർ ഉള്ളൂ. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 1 വേഴ്സ് 1. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. ഇയ്യോബച്ചൻ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വഷളത്വം നിറഞ്ഞൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിന്റെ നടുവിൽ ദൈവം ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണ്. ആ കുടുംബത്തിന്റെ അഡ്രസ്സായി പറഞ്ഞു. ഇയ്യോബച്ചൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. ഈ അഡ്രസ്സിന് ഒരു മാറ്റവും വരുത്തിയില്ല. അനർത്ഥങ്ങൾ അനവധി ഇയ്യോബച്ചനുണ്ടായെങ്കിലും അഡ്രസ്സിൽ ഒരു മാറ്റവും വന്നില്ല. ആ അപ്പച്ചൻ പറയുകയാണ്, ഇയ്യോബിന്റെ പുസ്തകം അതിൻ്റെ 31-ാം അധ്യായം 29-ാമത്തെ വാക്യം, എൻ്റെ വൈരിയുടെ നാശത്തിങ്കൽ ഞാൻ സന്തോഷിക്കുകയോ അവൻ്റെ അനർത്ഥത്തെങ്കിൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തെങ്കിൽ അവൻ്റെ പ്രാണനാശം ഇച്ഛിച്ചു ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എൻ്റെ വായ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ നാശം ആഗ്രഹിക്കുന്നവരാണ് പലരും. ഒരുപക്ഷെ ദൈവമെങ്കിലും ദൈവം നിന്നോട് ചോദിക്കുന്നുള്ളൊരു വാക്കെങ്കിലും പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്നവരാണ് പല വ്യക്തികളും. പക്ഷെ ഇയ്യോബച്ചൻ അങ്ങനെയല്ലായിരുന്നു. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ ജീവിക്കുമ്പോഴും ഒരുപക്ഷെ നമുക്കാരോടും ശത്രുത ഉണ്ടാകില്ല. മറ്റുള്ളവർക്ക് നമ്മളോട് ശത്രുത ഉണ്ടാകാം, അതുണ്ടാകില്ലെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഈ ഒബദ്യാവിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. നിന്റെ സഹോദരന്റെ ദിവസം, അവന്റെ അനർത്ഥ ദിവസം തന്നെ നീ കണ്ട് രസിക്കേണ്ടതല്ല. സ്തോത്രം. അപ്പോൾ ദൈവം നിന്നോട് ചോദിക്കും എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ വരട്ടെ. നിന്റെ സഹോദരന്റെ ദിവസം, അവന്റെ അനർത്ഥ ദിവസം തന്നെ നീ കണ്ടു രസിക്കേണ്ടതല്ല. പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്ന പ്രതികാരവും ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾക്കും പകരം ചോദിക്കാൻ നിനക്ക് സാധിക്കില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശാപത്തിന്റെ ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല.
കാരണം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ സഹോദരന്റെ ദിവസം അവന്റെ അനത്ത ദിവസം തന്നെ നീ കണ്ട് രസിക്കേണ്ടതല്ല. സ്തോത്രം. പകരം ചോദിക്കാൻ കാത്തിരിക്കരുത്, വടിയും വെട്ടി കാത്തിരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയില്ല. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എന്ത്? സ്നേഹം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ അധ്യായം മുഴുവനും സ്നേഹത്തെക്കുറിച്ചുള്ള നിർവചനമാണ്. ഡെഫിനിഷൻ ഓഫ് ലവ്, റിയൽ ലവ്. അനീതിയിൽ സന്തോഷിക്കാതെ. എന്നാൽ അറിഞ്ഞു തന്നെ അനീതിയിൽ സന്തോഷിക്കുന്ന അനേക വെള്ളപൂശിയ ഭക്തർ എന്ന് നമുക്ക് ചുറ്റും കാണാം. കാരണം ഭക്തിയുടെ വേഷം ഭയങ്കരമാണ്, പക്ഷെ ആന്തരിക ശക്തി കെടുത്തിക്കളയുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. ആ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണോ സഹോദര സഹോദരി നീ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. റോമാലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക. വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിലോ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. Therefore, if your enemy hunger, feed him. If he is thirsty, give him drink. For in so doing, you shall heap coals of fire on his head. ഈ വചനം ഏറ്റെടുത്ത് ജീവിക്കാൻ പറ്റൂ. എങ്ങനെയെങ്കിലും നീ എൻ്റെ കാൽക്കൽ വഴും, എനിക്ക് ഒരു അവസരം കിട്ടും, അന്ന് ഇതിന് ഞാൻ പകരം ചോദിക്കുമെന്നും പറഞ്ഞിരിക്കരുത്. ഒരുപക്ഷെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് വഴക്കിട്ടിട്ട്, ഒരുപക്ഷെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം അമ്മയായിരിക്കാം. വിശക്കുന്നുവെങ്കിൽ അമ്മയ്ക്കോ അപ്പനോ സഹോദരനോ സഹോദരിക്കോ കൂട്ടുവിശ്വാസിക്കോ ആഹാരം കൊടുക്കുക എന്നാ പറഞ്ഞത്. ഈ വചനം എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടോ? ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ടോ? പക്ഷെ അത് ഒരു ചെവി കൂടെ എടുത്ത് മറ്റൊരു ചെവി കൂടെ കളഞ്ഞില്ലേ? ഇന്ന് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് മുൻപിൽ വന്ന് പറയുകയാണ്, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. എൻ്റെ ഈ കൈ കൊണ്ട് ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞ് നീ കൊടുക്കേണ്ട വെള്ളം നിന്റെ മക്കളെ കൊണ്ട് കൊടുപ്പിക്കുന്ന കുറേ വ്യക്തിത്വങ്ങൾ ഈ ബൈബിളും പിടിച്ച് ഇരിപ്പുണ്ട്. അങ്ങനെ ചെയ്താൽ എങ്ങനെ? കുടിപ്പാനും ഭക്ഷിപ്പാനും ആഹാരം കൊടുത്താൽ ആർക്ക്? നിന്റെ ശത്രുവിന് നീ അവന്റെ തലമേൽ തീക്കനൽ കൊന്നിക്കും. എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടോ എൻ്റെ ഈ അവസ്ഥയിൽ നീ എനിക്കിത്തിരി വെള്ളവും ആഹാരവും തന്നല്ലോ എന്നുള്ളൊരു മനക്കുത്ത്, ഹൃദയത്തിലൊരു കുത്ത് അവൻ്റെ ഉള്ളിൽ വരും. അതാണ് തീക്കനൽ. സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് 1 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായം 9-ാം വാക്യം, ദോഷത്തിന് ദോഷം ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്രകാരം ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കണമെന്നുള്ള ദൈവിക ആലോചന ഈ പുസ്തകത്തിലുണ്ട്. പക്ഷെ അത് സൗകര്യപൂർവം ശ്രദ്ധിക്കാതെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ അവളെ ഒതുക്കാം എന്നുള്ള പ്രതികാരമല്ലേ മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നത്. ഈ ഒരു പ്രഭാതത്തിൽ ഉണർന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഉണർത്തിയത് എന്തിനാണെന്ന് അറിയാമോ? ഈ വചനം കേട്ട് നിന്റെ ശത്രുവിനോട് രമ്യതപ്പെടാൻ വേണ്ടിയാണ്. ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഇപ്രകാരം പറയുന്നു, എന്നാൽ കേൾക്കുന്നവരായി നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ ദിവസം ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരായ നമ്മളോട് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. സ്തോത്രം. നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ. ബട്ട് ഐ സേ ടു യു വിച്ച് ഹിയർ, ലവ് യുവർ എനിമീസ്, ഡു ഗുഡ് ടു ദെം വിച്ച് ഹേറ്റ് യു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ വചനം ഏറ്റെടുത്ത് എത്ര മക്കൾ ജീവിക്കുന്നു? അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ, ഈ വചനം ഏറ്റെടുത്ത് ജീവിച്ചിരുന്നെങ്കിൽ, കർത്താവിൻ്റെ ശിഷ്യനാണെന്നും കർത്താവിൻ്റെ മക്കളാണെന്നും ക്രിസ്ത്യാനികളാണെന്നും ഒക്കെ പറയുന്ന നമ്മൾ തന്നെ ഇങ്ങനെ വിഘടിച്ചിരിക്കത്തില്ലല്ലോ. ദൈവാത്മാവിൻ്റെ ശബ്ദം വചനത്തിലൂടെയാണ് വരുന്നത്. ലൂക്കയുടെ സുവിശേഷം വീണ്ടും അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ, ലൂക്ക് ചാപ്റ്റർ 6:28, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്തോത്രം. നമ്മുടെ കുറിവാക്യം കർത്താവ് പറയുന്നത്, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. എത്ര പേർ എപ്രകാരം ചെയ്യും? സ്തോത്രം.
അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സഭകൾ തമ്മിലുള്ള വഴക്ക് കോർട്ടിലെത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് കോർട്ടും കൈവിട്ടുപോയി. സ്തോത്രം. അവരുടെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. ആര്? ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ ലോകത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്, ഞങ്ങളുടെ വഴക്ക് തീർത്തതാ എന്നും പറഞ്ഞു. Praise the Lord. ദൈവം അരൂപിയാണ്. ആത്മാവായ ദൈവത്തെ കാണണമെങ്കിൽ ആത്മാവിൽ ജനിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ശബ്ദം വചനത്തിലൂടെ ശ്രവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് പറ, ഞാൻ വീഴുമ്പോൾ നീ കുത്തിയിരുന്ന് ചിരിക്കൽ എന്ന് പറ. യെസ്, നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്. ഒരുപക്ഷെ ആ ശത്രു നിന്റെ കുടുംബത്തിലായിരിക്കാം, നീ ആയിരിക്കുന്ന കൂട്ടായ്മയിലായിരിക്കാം, ദേശത്തായിരിക്കാം, എവിടെയാണെങ്കിലും. സ്തോത്രം. എനിക്കാരും ശത്രുക്കളില്ല എന്ന് പറയരുത്. പക്ഷെ നീ അറിയാതെ പല ശത്രുക്കളും നിനക്കുണ്ട്. നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്. ദൈവം സംസാരിച്ച ഈ വചനങ്ങൾക്കായി ഹൃദയം കൊടുത്തുകൊണ്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇന്നത്തെ ദിവസം ദൈവകരങ്ങൾ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ശത്രു വീഴുമ്പോൾ സന്തോഷിക്കുന്ന ഒരു മനോഭാവം എനിക്കുണ്ടായിരുന്നു. എന്നാൽ വ്യക്തമായി അവിടുന്ന് എന്നോട് സംസാരിച്ചല്ലോ. എന്നെ കേൾപ്പിച്ച തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ, ഞാൻ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത മാറിപ്പോട്ടെ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ശത്രുത മനോഭാവം മാറിപ്പോട്ടെ, സമൂഹങ്ങൾ തമ്മിലുള്ള ശത്രുത മനോഭാവം മാറിപ്പോട്ടെ, കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത മാറിപ്പോട്ടെ. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പഠിപ്പിച്ച കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ദിനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിനമായി സന്തോഷത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. കർത്താവേ, ഞങ്ങളൊരു വിഷയം പറയുന്നതിന് മുമ്പ് തന്നെ അത് ഇന്നതെന്നറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പ ഇത്രത്തോളം ഞങ്ങളെ ഉള്ളം കയ്യിൽ സൂക്ഷിച്ച് പരിപാലിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ഉള്ളം കയ്യിൽ അവരെ വഹിക്കണമേ. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധ രക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ കൂരമ്പകളിൽ നിന്ന് മക്കളെ മറച്ചുകൊള്ളണമേ കർത്താവ്. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചനായി സ്തോത്രപ്പ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അറിവിൻ നാളമായി എന്നിൽ തെളിയും ദൈവമേ, അറിവിൻ നാളമായി എന്നിൽ തെളിയും ദൈവമേ, നീ നൽകിടുന്ന താലന്തുകൾ എന്നുള്ളിലെന്നും കൃപയിൻ ധനം, നീ നൽകിടുന്ന താലന്തുകൾ എന്നുള്ളിലെന്നും കൃപയിൻ ധനം, അഗ്നിനാളമായി എന്നിൽ ആവസിക്കുന്നു, എൻ ജീവിതത്തിൻ അതിനാഥനായി ഒന്നു വിളിച്ചാൽ എന്നരികിലുണ്ടെപ്പോഴും ദൈവം, കണ്ണുകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്കാൻ ഒന്നു വിളിച്ചാൽ എന്നരികിലുണ്ടെപ്പോഴും ദൈവം, കണ്ണുകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്കാൻ. നിരാശയും നിശ്വാസവും നീങ്ങിടും യേശുവിൻ മൃദുസ്പർശനവേളയിൽ, ഒന്നു വിളിച്ചാൽ എന്നരികിലുണ്ടെപ്പോഴും ദൈവം, കണ്ണുകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്കാൻ.